നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന ഒരു വചനമാണ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യം. 2-3 പേർ നിങ്ങൾക്കറിയാം എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. 2-3 പേർ എൻ്റെ നാമത്തിൽ. ഇതാണ് പ്രത്യേകത. സ്നേഹമുള്ളവർ, നമ്മൾ ഒരുമിച്ച് കൂടുന്ന നമ്മുടെ കൂട്ടങ്ങളിലൊക്കെ ദൈവം തമ്പുരാൻ ഉണ്ടോ എന്ന് ചോദിക്കാം. ഈ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം, ഇത് വലിയ പ്രധാനപ്പെട്ട നിൻ്റെ കൂട്ടായ്മയിലെല്ലാം, നിൻ്റെ കൂടുന്ന ഇടങ്ങളെല്ലാം നടുവിൽ കർത്താവുണ്ട് എന്ന് ഉറപ്പ് വരുത്താം. അവിടെയെല്ലാം അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. കർത്താവിനെ വിളിച്ച് നിൻ്റെ മധ്യേ നിർത്തുമ്പോൾ ആ കൂട്ടായ്മ കർത്താവിൻ്റെതായി മാറുകയാണ്. ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും ഒരു വള്ളത്തിലൊരു യാത്രയിലാണ്. അവനെ ഉറക്കത്തിൽ എഴുന്നേൽപ്പിക്കുകയാണ്. മധ്യേ അവനുണ്ട്, പക്ഷേ ഒരല്പം ഭയം. തിരയുടെ ഒരു തിരക്കേറ്റം ആ വള്ളത്തിലേക്ക് അഞ്ഞെടുക്കും. ഭയം വന്ന് കയറുകയാണ്. കർത്താവ് പടകിലുണ്ടല്ലോ. ഇത് ആത്മധൈര്യത്തിൻ്റെ വിഷയമാണ്. നിന്റെ ജീവിതത്തിൻ്റെ പടകിൽ എത്ര പ്രതികൂലമായ കാറ്റുകൾ അടിച്ചാലും വഞ്ചുമറിയില്ല. കർത്താവ് നിൻ്റെ പടകിലുണ്ട്, നിൻ്റെ മധ്യയുണ്ട്. 2-3 പേർ നീ കൂടുന്നിടത്ത്, നിൻ്റെ ഭവനത്തിൽ, നിൻ്റെ കൂട്ടായ്മയിൽ, നീ കണ്ടുമുട്ടുന്ന ഇടങ്ങളിലും കർത്താവിന് നടുവിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അത് കർത്താവിൻ്റെതായി മാറും. അനുഗ്രഹമാവട്ടെ ഇന്നത്തെ ദിവസം. ആമേൻ.